നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് ചവിട്ടി താഴെയിട്ടു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി പാർട്ടിയെ ഒറ്റുകൊടുത്ത് കോടികൾ സമ്പാദിച്ചയാളെന്ന് തെന്മല പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ കെ ശശിധരൻ. തെന്മല ഡാമിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറുകാരനായിരുന്ന SNDP നേതാവ് KN സത്യപാലനെ ഭാരതീപുരം ശശി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി പണവും ഡാമിന്റെ നിർമ്മാണ സാമഗ്രികളും വാങ്ങിയെന്ന് കെ ശശിധരന്റെ വെളിപ്പെടുത്തൽ. ഡാമിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ട സിമന്റും കമ്പിയും ഉപയോഗിച്ച് ഭാരതീപുരം ഇരുനില വീട് പണിഞ്ഞുവെന്നും ആരോപണം. മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായല്ല, മറിച്ച് RSSന്റെ പ്രചാരകനായാണ് പ്രവർത്തിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുന്നതിന് സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് നിർബന്ധിത മതപരിവർത്തനമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ഭാരതീപുരം ശശി പാർട്ടിയെ ഒറ്റുകൊടുത്ത് കോടികൾ സമ്പാദിച്ചയാളെന്ന് തെന്മല പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ കെ ശശിധരൻ. ശശിധരന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തനിക്ക് സാധിക്കില്ലെന്നും സമന്മാരോട് യുദ്ധമുള്ളൂ എന്നുമുള്ള ഭാരതീപുരത്തിന്റെ അഭിപ്രായത്തോട് പ്രതികരിക്കുകയായിരുന്നു കെ ശശിധരൻ. ഭാരതീപുരം പലതിലും മുന്നിലാണ്. പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത് അദ്ദേഹം കോടികൾ സമ്പാദിച്ചു. ഭാരതീപുരത്തിന് പാർട്ടിയോട് തനിക്കുള്ള കൂറിന്റെ 100% പോലുമില്ല. ഇടതുമുന്നണിയിൽ നിന്ന് ക്വട്ടേഷൻ സ്വീകരിച്ച് പാർട്ടിയെ അദ്ദേഹം ഒറ്റുകൊടുത്തു. സാധാരണക്കാരനായ ഭാരതീപുരം കോടീശ്വരനായ ചരിത്രം ജനത്തിനറിയാം. പാർട്ടിയിലെ സ്വാധീനം ഉപയോഗിച്ച ഭാരതീപുരം സമൂഹത്തിലെ ഉന്നതരെയും വ്യാപാരികളെയും ഭീഷണിപ്പെടുത്തി പണം സമ്പാദിച്ചു. പൊറ്റുകാരനായാണ് ഭാരതീപുരത്തെ ചരിത്രം അടയാളപ്പെടുത്തുകയെന്നും കെ ശശിധരൻ പറഞ്ഞു. കിഴക്കൻ മേഖലയിൽ പാർട്ടിയെയും ട്രേഡ് യൂണിയനെയും ഒറ്റുകൊടുത്ത ഭാരതീപുരം ലക്ഷക്കണക്കിന് രൂപയും അംബാസഡർ കാറും പ്രതിഫലം വാങ്ങിയെന്നും ശശിധരൻ പറഞ്ഞു. ശശി പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന് സമക്കാരനല്ല, അദ്ദേഹം വളരെ ഉയരങ്ങളിൽ നിൽക്കുന്ന നേതാവാണ്, അതുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല എന്നാണ്. ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ഈ പ്രസ്ഥാനത്തിനകത്ത് സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് സമപ്രായക്കാരനല്ല, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന നേതാവല്ല. ഞാൻ വളരെ താഴേക്കിടയിൽ പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. മാത്രമല്ല പല കാര്യങ്ങളിലും ഭാരതീപുരം ശശി വളരെ മുന്നിലാണ്. പ്രത്യേകിച്ചും പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത് കോടികൾ ഉണ്ടാക്കി സ്വന്തം ആസ്തി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ മുമ്പിലാണ്. ആ കാര്യങ്ങളിലെല്ലാം അദ്ദേഹം എന്നേക്കാൾ വളരെ ഉയർന്ന നിലവാരത്തിലാണ്. പക്ഷെ ഒരു കാര്യത്തിൽ അദ്ദേഹം എനിക്ക് വളരെ താഴെയാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന കൂറ്, ഞാൻ കാണിക്കുന്ന കൂറിന്റെ 100% പോലും ഭാരതീപുരം ശശിക്ക് പ്രസ്ഥാനത്തിലില്ല. പ്രസ്ഥാനത്തോട് യാതൊരു കൂറുമില്ലാത്ത പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഭാരതീപുരം ശശിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീപുരം ശശി കഴിഞ്ഞ 10-30 വർഷക്കാലമായി കിഴക്കൻ മേഖലയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളല്ല നടത്തുന്നത്. മറിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും കൊട്ടേഷൻ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിനെ തകർക്കുവാനും കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സ്വന്തം ആസ്തി വർദ്ധിപ്പിക്കുവാനും കോടികൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമമാണ് ഭാരതീപുരം ശശി നടത്തിയിട്ടുള്ളത്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ശ്രീ ഭാരതീപുരം ശശി ജനിച്ച് വളർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരക്കാരനായ ഭാരതീപുരം ശശി ഇന്ന് കോടികളുടെ ആസ്തിയുള്ള ഒരു ബിസിനസ്സുകാരനായി മാറിയിരിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭാരതീപുരം ശശിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീപുരം ശശി പ്രസ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിലെ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരെ ഭീഷണിപ്പെടുത്തിയും അതുപോലെയുള്ള വ്യാപാരികളെ ഭീഷണിപ്പെടുത്തിയും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു മുഴുവൻ ആളുകളെയും വെറുപ്പിച്ചുകൊണ്ടും ഉള്ള ഒരു പ്രവർത്തന ശൈലിയുമാണ് അദ്ദേഹം സ്വീകരിച്ചു വന്നത്. ഭാരതീപുരം ശശിയുടെ രാഷ്ട്രീയം കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയമല്ല. ഭാവിയിൽ ചരിത്രത്തിൽ കോൺഗ്രസിനുള്ള ഭാരതീപുരം ശശിയുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ സഹായിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത ഒരു ഒറ്റുകാരന്റെ റോളായിരുന്നു ഭാരതീപുരം ശശിക്ക് ഉണ്ടായിരുന്നതെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. 1980-85 കാലഘട്ടം മുതൽ തെന്മല ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പോൾ ഇവിടെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഭാരതീപുരം ശശി തെന്മലയിലേക്ക് കടന്നു വന്നത്. ചാക്കോപ്പള്ള പൈലിയുടെ നേതൃത്വത്തിലുള്ള തെന്മല ഡാമിന്റെ നിർമ്മാണത്തിന്റെ കരാർ എടുത്തിരിക്കുന്ന കോൺട്രാക്ടറുമായി ചേർന്നുകൊണ്ട് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ നശിപ്പിച്ചത് ഭാരതീപുരം ശശിയാണ്. അന്ന് ഇവിടുത്തെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി INTUCയുടെ പിന്നിലായിരുന്നു ആദ്യഘട്ടങ്ങൾ അണിനിരുന്നിരുന്നത്. പക്ഷെ അവരെ ഒറ്റുകൊടുത്തുകൊണ്ട് ചാക്കോപ്പിള്ളയുടെ നേതൃത്വത്തിലുള്ള കരാറുകാരെ ഒത്തുചേർന്ന് തൊഴിലാളികളെ ഒറ്റുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് പ്രത്യുപകാരമായി അന്ന് അദ്ദേഹത്തിന് ചാക്കോപ്പിള്ള ഒരു അംബാസഡർ കാറും ലക്ഷക്കണക്കിന് രൂപയും കൊടുക്കുകയുണ്ടായി. അങ്ങനെയാണ് ആ തൊഴിലാളികളെല്ലാവരും സംഘടിച്ച്
ശ്രീ ആർ ഗോപിയുടെ നേതൃത്വത്തിൽ, ശ്രീ ചടയം ഗോവിന്ദന്റെ നേതൃത്വത്തിൽ, ശ്രീ PK ഗുരുദാസൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ CITUവിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ CITU യൂണിയൻ ഉണ്ടാക്കിയത്. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല ഡാമിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറുകാരനായിരുന്ന SNDP നേതാവ് KN സത്യപാലനെ ഭാരതീപുരം ശശി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന വെളിപ്പെടുത്തലുമായി K ശശിധരൻ. തെന്മല ഡാമിന് ബലക്ഷയമോ തകർച്ചയോ ഉണ്ടായാൽ ഒന്നാം പ്രതിയാക്കേണ്ടത് അന്ന് ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന ഭാരതീപുരത്തെയാണെന്ന് ശശിധരൻ പറഞ്ഞു. KN സത്യപാലനെ ഭാരതീപുരം നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒടുവിൽ പുനലൂർ TP ജംഗ്ഷനിൽ വെച്ച് കാറ് തടഞ്ഞ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി. ഭീഷണി സഹിക്കാനാവാതെ KN സത്യപാലന് വഴങ്ങേണ്ടി വന്നു. അന്ന് ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടിയിരുന്ന സിമന്റും കമ്പിയും ഭീഷണിപ്പെടുത്തി വാങ്ങി ഭാരതീപുരം 2 നില വീട് പണിതുവെന്നും ശശിധരൻ വെളിപ്പെടുത്തി. 1988 അന്ന് തെന്മല ഡാമിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാറെടുത്തിരുന്നത് മരിച്ചുപോയ കൊട്ടാരക്കര SNDP യൂണിയന്റെ പ്രസിഡന്റായിരുന്ന, SNDP യോഗത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ശ്രീ KN സത്യപാലനായിരുന്നു. അന്ന് ശ്രീ KN സത്യപാലൻ തന്റെ എഗ്രിമെന്റ് വെക്കുന്നതിന് മുമ്പ്, തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് ഉള്ള എഗ്രിമെന്റ് വെക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ നേരിൽ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ട് ശ്രീ KN സത്യപാലൻ തെന്മല ഡാമിലെ വിവിധ ട്രേഡ് യൂണിയനുകളുമായി, CPM-നെ പ്രതികരിച്ച് ആർ ഗോപിയും, INTUC-യെ പ്രതികരിച്ച് ശ്രീ എടമണ്ണൻ ഇസ്മായിലും, MG പണിക്കരും, ഞാൻ ഉൾപ്പെടുന്ന ട്രേഡ് യൂണിയന്റെ പ്രവർത്തകരുമായി അന്ന് കരാറിൽ ഏർപ്പെടുകയുണ്ടായി. അങ്ങനെ തന്നെ ഒഴിവാക്കി അവിടുത്തെ തൊഴിലാളികളുടെ കരാറിൽ ശ്രീ KN സത്യപാലൻ കരാറിൽ ഒപ്പിടുന്നതിന് നേതൃത്വം നൽകുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊട്ടാരക്കരയിൽ നിന്നും തെന്മലയിലേക്ക് വരികയായിരുന്ന ശ്രീ KN സത്യപാലനെ പുനലൂർ TP ജംഗ്ഷനിൽ വെച്ച് കാറിൽ കൊണ്ട് കുറുകയിട്ട് തടഞ്ഞു നിർത്തി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയുണ്ടായി. എന്റെ ട്രേഡ് യൂണിയനെ അല്ലെങ്കിൽ എന്നെ അംഗീകരിക്കാതെ താൻ അവിടെ വർക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല, തന്നെ ചുട്ടുകളയും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം വളരെ പേടിച്ചേരേണ്ട KN സത്യപാലൻ അന്ന് ആദ്യം അവിടെ SNDP യോഗത്തിന്റെ താലൂക്ക് സെക്രട്ടറി ആയിരുന്ന ബഹുമാനായിരുന്ന ശ്രീധരപ്പണിക്കരുടെ വീട്ടിൽ ചെല്ലുകയും അതിനുശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് തെന്മലയിൽ വന്ന് വളരെ പരിഭ്രാന്തനായി ഞങ്ങളുടെ ഈ വിവരമൊക്കെ പറയുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ആ അവസാനം നിരന്തരമായി ഇദ്ദേഹത്തിന്റെ ശല്യം, ഇത്തരത്തിലുള്ള ഭീഷണിയെ അതിജീവിക്കാൻ കഴിവില്ലാത്ത KN സത്യപാലൻ അന്ന് തെന്മല ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ തുടർ നടപടികൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി, ഇങ്ങനെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അന്ന് ലോഡ് കണക്കിന് സിമന്റും ലക്ഷക്കണക്കിന് ഉറുപ്പികയും കൊടുത്തു. അപ്പൊ തെന്മല ഡാമിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആ കാലഘട്ടങ്ങളിലാണ് തെന്മല ഡാമിലെ സിമന്റും കമ്പിയും പൈസയും ഉപയോഗിച്ചാണ് ശ്രീ ഭാരതീപുരം ശശി 2 നില കെട്ടിടം പുനലൂരിൽ പണിതുയർത്തിയത്. തെന്മല ഡാമിന്റെ തകർച്ചയ്ക്കോ അല്ലെങ്കിൽ ചോർച്ചയ്ക്കോ കാരണമായി ഈ രാജ്യത്തെ കരാറുകാരുടെ പേരിലല്ല കേസെടുക്കേണ്ടത്. തെന്മല ഡാമിൽ നിന്നും സിമന്റും കമ്പിയും ഉപയോഗിച്ച് വീടുകൾ നിർമ്മിച്ച, തെന്മല ഡാമിലെ കൺട്രാക്ടർമാരെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ച നിരവധി CPM-ന്റെയും കോൺഗ്രസിന്റെയും CPയുടെ എല്ലാ നേതാക്കന്മാരുണ്ട്. പക്ഷെ അതിലെ ഒന്നാം സ്ഥാനം, അതിലെ പ്രഥമഗണനി എന്ന് പറയുന്നത് ശ്രീ ഭാരതീപുരം ശശിയാണ്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. ശ്രീ KN സത്യപാലന്റെ ആത്മാവ് ഒരിക്കലും ഭാരതീപുരം ശശിയോട് പൊറുക്കില്ല. കാരണം SNDP യോഗം കെട്ടിപ്പടുക്കുവാൻ അതിന്റെ പ്രവർത്തനങ്ങളിൽ നിർലോഭമായി സ്വന്തം പൈസ ചെലവഴിച്ചുകൊണ്ട് കൊട്ടാരക്കര SNDP യൂണിയന്റെ പ്രസിഡന്റാവുകയും പിന്നീട് SNDP യൂണിയന്റെ സംസ്ഥാന തലത്തിലേക്ക് വരികയും ചെയ്ത ആ വലിയ മനുഷ്യന്റെ ആത്മാവ് ഭാരതീപുരം ശശിയോട് എന്നും എതിർത്തുകൊണ്ടിരിക്കും. അദ്ദേഹം മരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുന്നോട്ട് സൂചിപ്പിക്കുകയുണ്ടായി, എന്റെ ജീവിതത്തിൽ എന്നെ ഒരാൾ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എനിക്ക് അങ്ങയുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നത് ശ്രീ ഭാരതീപുരം ശശിയുടെ പ്രവർത്തനം മൂലമാണ്. ഭാരതീപുരം ശശിയെ ഒരു കാരണവശാലും ഈ നിയമനടത്തിലോ അല്ലെങ്കിൽ ഈ നാട്ടിലോ ജനവിഭാഗങ്ങൾ അംഗീകരിക്കില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുവാൻ കോൺഗ്രസിനകത്ത് ആളില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ കോൺഗ്രസിനകത്ത് ആളില്ലാ നേതാവായി അല്ലെങ്കിൽ എതിരാളികളില്ലാത്ത നേതാവായി നിൽക്കുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒരു സംശയം വേണ്ട, തെന്മല ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഇതിലുള്ള അല്ലെങ്കിൽ തെന്മല ഡാമിന്റെ തകർച്ച ഏതെങ്കിലും അവസ്ഥയിലുണ്ടായാൽ അതിനകത്ത് കേസെടുക്കേണ്ടത്, ഒന്നാം പ്രതിയാക്കി കേസെടുക്കേണ്ടത് ശ്രീ ഭാരതീപുരം ശശിയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് ചവിട്ടി താഴെയിട്ടു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പുനലൂർ ചെമ്മന്തൂർ കോമളംകുന്ന് പേരൂർ വീട്ടിൽ RS ഭദ്രന്റെ മകൻ സൂരജ് ബി നായരെയാണ് സ്വകാര്യ ബസ് ജീവനക്കാർ റോഡിലേക്ക് തള്ളിയിട്ടത്. ബുധനാഴ്ച രാവിലെ 9 മണിയോടെ നെല്ലിപ്പള്ളിയിലാണ് സംഭവം. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ സൂരജ് പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീഭദ്ര എന്ന ബസ്സിൽ കയറി. ബോയ്സ് ഹൈസ്കൂളിന് മുന്നിൽ ബസ് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ നിർത്തിയില്ല. പിന്നീട് ജംഗ്ഷനിൽ നിന്ന് 100 മീറ്റർ അകലെ നെല്ലിപ്പള്ളി പമ്പിന് സമീപം വാഹനത്തിൽ നിന്ന് കുട്ടിയെ കണ്ടക്ടർ പുറത്തേക്ക് തള്ളിയിട്ടതായി പരാതിയിൽ പറയുന്നു. വീഴ്ചയിൽ വലതുകൈക്കും തോളലിനും ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. സൂരജിന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. ബുധനാഴ്ച രാവിലെ ഞാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്റെ സ്കൂളിലോട്ട് പോകാൻ വേണ്ടി ശ്രീഭദ്ര എന്ന ബസ്സിൽ ടിക്കറ്റ് എടുത്ത് അവിടെ കയറിയിരുന്നു. പിന്നെ അതിനുശേഷം വണ്ടി പോയതിനു ശേഷം സ്കൂൾ ജംഗ്ഷനിലെത്തിയപ്പോൾ ഞാൻ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് കണ്ടക്ടർ ഇറക്കിയില്ല. 20-30 മീറ്റർ മുമ്പിൽ കൊണ്ട് നിർത്തി കണ്ടക്ടറിനെ തള്ളിയിടുമായിരുന്നു. വണ്ടി നിർത്തിയില്ല, വണ്ടി സ്ലോ ചെയ്ത് എന്നെ തള്ളിയിടുമായിരുന്നു. പിന്നെ അവിടെ പരിസരത്തുള്ള 2-3 അണ്ണന്മാരായിരുന്നു എന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ബസ്സിൽ നിന്ന് കുട്ടി വീഴുന്നത് കണ്ട് ബസ്സിലെ യാത്രക്കാർ ബഹളം വെച്ചിട്ടും ബസ് നിർത്താതെ ജീവനക്കാർ ഓടിച്ചു പോവുകയായിരുന്നു. ഓടിയെത്തിയ നാട്ടുകാരാണ് സൂരജിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ജനുവരി 4-ന് സൂരജ് തിരുവനന്തപുരം സൈനിക സ്കൂളിൽ പ്രവേശന പരീക്ഷ എഴുതേണ്ടതായിരുന്നു. കൈയൊടിഞ്ഞത് മൂലം അത് സാധിക്കില്ല. ഈ സംഭവത്തോടെ തന്റെയും മകന്റെയും സ്വപ്നങ്ങൾ തകരുകയായിരുന്നുവെന്ന് സൂരജിന്റെ പിതാവ് പറയുന്നു. ഒരച്ഛന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതലായിട്ട് അവനെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരോ ആ ബസ്സിന്റെ ജീവനക്കാരോ നിർത്തുകയോ അവനെ ആശുപത്രി എത്തിക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ കൈക്ക് ചെറിയ പൊട്ടലുണ്ട്. പിന്നെ എനിക്ക് സൈനിക സ്കൂളിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ കൈ എഴുതാൻ പറ്റാതെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് വളരെ സങ്കടമുണ്ടായിട്ട് അവൻ്റെ കൈക്ക് പൊട്ടലും മാനസികമായിട്ട് അവൻ തകർന്നു പോവുകയും ചെയ്താണ്. അവന് വണ്ടിയിൽ പോയി ആ പരീക്ഷ അറ്റൻഡ് ചെയ്യാനോ ആ സൈനികൻ ആകാനുള്ള മോഹം നടപ്പാക്കാനോ അവന് കഴിയാതെ പോവുകയും ചെയ്തിരിക്കുകയാണ്. ഒരച്ഛൻ്റെ വിഷമം ഞാൻ എൻ്റെ വാക്കുകളിൽ കൂടി പ്രകടിപ്പിക്കുന്നു. സംഭവങ്ങൾ കാണിച്ച് പുനലൂർ പോലീസിനും പുനലൂർ ജോയിന്റ് RTOയ്ക്കും പരാതി നൽകി. ബസ് ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടിയുടെ പിതാവ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായല്ല, മറിച്ച് RSSന്റെ പ്രചാരകനായാണ് പ്രവർത്തിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. പത്തനാപുരം ഏരിയ സമ്മേളന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UPA സർക്കാരും മോഡി സർക്കാരും കോർപ്പറേറ്റുകളുടെ സംരക്ഷകരാണ്. ഇക്കാര്യത്തിൽ ഇരുവരും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കുന്ന RSS ശ്രമങ്ങൾക്ക് മോഡി നേതൃത്വം നൽകുകയാണ്. RSSും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ നടന്ന മതപരിവർത്തന ശ്രമങ്ങൾക്കെതിരെ കേസെടുക്കാത്തതെന്നും പിണറായി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജനുവരി 5-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ജനപ്രതിനിധികളുടെ ധർണ നടത്തും. തുടർന്നും CPM പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നടപ്പാക്കിയ ജനവിരുദ്ധ നയങ്ങളെക്കാളും കൂടുതൽ ജനവിരുദ്ധമായ കാര്യങ്ങളാണ് മോദി ഗവൺമെന്റ് നടപ്പാക്കുന്നത്. രണ്ടു കൂട്ടരും കോർപ്പറേറ്റുകളെയും വൻകിട മുതലാളിത്തത്തെയും സംരക്ഷിക്കുകയാണ്. ആ കാര്യത്തിൽ ഒരു നാണയത്തിന്റെ 2 പുറം മാത്രമാണ് ഈ 2 പാർട്ടികളും. കോർപ്പറേറ്റുകളെ മാത്രമല്ല, കോർപ്പറേറ്റുകളുടെ അടുത്ത ബന്ധുക്കൾ വിദേശത്തുണ്ട്. വിദേശത്തുള്ള ബഹുരാഷ്ട്ര കുത്തകകളുണ്ട്. ആ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് സഹായം ചെയ്തു കൊടുക്കുകയാണ് ഇവിടെ. നരേന്ദ്രമോദി എന്ന വ്യക്തി പ്രധാനമന്ത്രി സ്ഥാനത്തിലാണോ RSSന്റെ പൂർണ്ണ പ്രചാരകൻ എന്ന സ്ഥാനത്തിനാണോ പ്രാമുഖ്യം നൽകിയത്? നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തിനല്ല പ്രാമുഖ്യം നൽകിയത്. പ്രധാനമന്ത്രി സ്ഥാനത്തിനാണ് പ്രാമുഖ്യം നൽകിയതെങ്കിൽ പ്രധാനമന്ത്രിക്ക് പാർലമെന്റിനെ അഭിമുഖീകരിച്ച് എന്താണ് രാജ്യത്തിലെ ഗവൺമെന്റ് നയം എന്ന് പറയുന്നതിന് ഒരു വൈക്ലഭ്യവും ഉണ്ടാകേണ്ടതില്ല. നേരത്തെ പറഞ്ഞതാണ്, ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ളത്. പക്ഷേ നരേന്ദ്രമോദി എന്ന RSS പ്രചാരകൻ RSSന്റെ നയത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. RSSന്റെ നയം മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് എന്നത്. ആ നയം പാർലമെന്റിന് മുന്നിൽ പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിക്കാതിരുന്നത്. മോഡി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാനുള്ള RSS ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി മാറുകയാണ്. വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത് പോലെ ആയിരക്കണക്കിന് ആളെ വിളിച്ചു വരുത്തി ഏതെങ്കിലും ഒരു വർഗീയ ശക്തിക്ക് മതപരിവർത്തനം സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു നാടല്ല കേരളം. കാരണം വർഗീയ ശക്തിയുടെ യഥാർത്ഥ വർഗീയ മുഖം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കാൻ തന്നെ ഒട്ടേറെ വിഷമമുണ്ട്. കാരണം ഇവിടുത്തെ മതനിരപേക്ഷതയുടെ കരുത്ത് അത്രമാത്രം വലുതാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്
അതിന് വലിയ കാര്യമൊന്നുമില്ല. അതിനകത്ത് ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കേസും എടുക്കേണ്ടതായിട്ടില്ല. ആ സമീപനം വ്യക്തമാണല്ലോ. RSSനെ പിന്തുണ നൽകുകയാണ്. ഈ നടപടികൾക്ക് സംഘപരിവാറിനെ പ്രോത്സാഹിപ്പിക്കലാണ്. നിങ്ങൾ ഈ വഴിക്ക് ധരിച്ചോ, ഞങ്ങൾ ഇടപെടില്ല എന്ന ഗവൺമെന്റിന്റെ ഉറപ്പാണ്. ഇതെത്തിന്റെ ഭാഗ കേരളത്തിലെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റും RSSും തമ്മിൽ ഒത്തുകളിയുണ്ട്. അതിന് ഉമ്മൻചാണ്ടി തന്നെയാണ് നേതൃത്വം വഹിക്കുന്നത്. ഉമ്മൻചാണ്ടിയും RSSും ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ, KN ബാലഗോപാൽ, K വരദരാജൻ, M മീരാപിള്ള, B അജയകുമാർ, H നജീബ് മുഹമ്മദ്, N ജഗദീശൻ, ബിജു കെ മാത്യു, കറവൂർ എൽ വർഗീസ്, S മുഹമ്മദ് അസ്ലം, S സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുന്നതിന് സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് നിർബന്ധിത മതപരിവർത്തനമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. പത്തനാപുരത്ത് ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർബന്ധിത മതപരിവർത്തനം ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു മതേതര രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വം അതുപോലെ തന്നെ നിലനിൽക്കുന്ന രാജ്യത്ത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നത് നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരാണ്. RSSും അതുപോലെ തന്നെ ശ്രീരാമസേന അതുപോലെ ഇങ്ങനെയുള്ള പല സംഘടനകളും സംഘടിതമായി വ്യാപകമായി ഈ രാജ്യത്ത് നിർബന്ധിത മതപരിവർത്തനം നടത്തുകയാണ്. RSS മേധാവിയുടെ പ്രസ്ഥാനം തന്നെ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുക, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഹിന്ദുക്കളാക്കുക എന്നുള്ള ഒരു അജണ്ടയാണ് ഇത് നടപ്പാക്കുന്നത് പറയുകയുണ്ടായി. ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമായി ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്നത്. മതേതരത്വം നിലനിർത്താനും മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം നിലനിർത്താനും പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ രാജ്യം. അതിനെ കോട്ടം വരുത്തുന്ന, അതിനെ തകർക്കുന്ന നിലപാടുകളാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. മതപരിവർത്തനം നടത്തുന്ന സംഘപരിവാർ സംഘടനകളെ നിലയ്ക്ക് നിർത്തുവാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അവർക്ക് എല്ലാ തരത്തിലുള്ള മൗനാനുവാദമാണ് ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഇത് ഇന്ത്യയെ കൂടുതൽ ശിഥിലമാക്കും, ഇന്ത്യയുടെ മതേതര സങ്കല്പങ്ങളെ തകർക്കും, ലോകരാജ്യങ്ങളുടെയും ഇന്ത്യക്കുള്ള ആ മതേതരത്വത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മദ്യലഹരിയിൽ പുതുവർഷ ആഘോഷം. പട്ടാഴിയിൽ നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിതോരണങ്ങൾ നശിപ്പിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങളും നശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രദേശത്ത് ഹർത്താൽ ആചരിച്ചു. കഴിഞ്ഞ രാത്രിയാണ് സാമൂഹ്യ വിരുദ്ധർ പ്രദേശത്ത് അഴിഞ്ഞാടിയത്. തടയാനെത്തിയ നാട്ടുകാരെയും ആക്രമിച്ചു. പട്ടാഴി ജുമാ മസ്ജിദിന്റേതടക്കം കൊടിമരങ്ങൾ നശിപ്പിച്ചതിന് പിന്നിൽ മതസൌഹാർദ്ദം തകർക്കാനുള്ള ശ്രമമാണെന്നും ആക്ഷേപമുണ്ട്. രാത്രി 12 മണിയോടെ ടിപ്പർ ലോറിയിൽ 10ഓളം വരുന്ന സംഘം എത്തിയാണ് ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ന്യൂ ഇയറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം സാമൂഹ്യ വിരുദ്ധന്മാർ പട്ടാഴി കൊച്ചുതെക്കെ ജംഗ്ഷനിലും അതുപോലെ തന്നെ ആറാട്ടുപുഴയിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ CPMന്റെയും CPIയുടെയും കൊടിമരങ്ങളും ബോർഡുകളും നശിപ്പിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. അതുപോലെ തന്നെ വളരെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പട്ടാഴിയുടെ പ്രദേശത്ത് ഒരു വർഗീയ സംഘർഷത്തിന് സാധ്യത ഇടുന്ന തരത്തിൽ ഉള്ള ഇടപെടലുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമായി ഇവിടെ അലങ്കരിച്ചിരുന്ന കൊടികളും അതുപോലെ തന്നെ തോരണങ്ങളുമെല്ലാം തന്നെ ട്യൂബ് ലൈറ്റുകളടക്കം വ്യാപകമായി നശിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. വാഹനത്തിൽ വന്ന് 10-15 വരുന്ന ആൾക്കാർ വാഹനത്തിൽ വന്ന് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ പണികൾ നടത്തിയിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ജനജീവിതം സ്തംഭിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ നിരത്തിലിറക്കിയില്ല. സ്കൂളുകളും സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. കുന്നിക്കോട് പോലീസ് കേസെടുത്തു. പട്ടാഴി കന്നിമേൽ തെക്കേത്തേരിയിൽ നടരാജന്റെ മകൻ അവിനാഷ്, നടുത്തേരി രാഹുൽ ഭവനിൽ കണ്ണൻ, കന്നിമേൽ അനിത ഭവനത്തിൽ അനിൽകുമാർ, കോട്ടൂർ ഗിരിജ ഭവനിൽ സനീഷ് ഉണ്ണിത്താൻ, കന്നിമേൽ ശ്രീകല മന്ദിരത്തിൽ കൃഷ്ണകുമാർ, പന്തപ്ലാവ് നെടുമ്പള്ളി കിഴക്കേതിൽ അജികുമാർ, വിഷ്ണു ഗുരുവരൻ തുടങ്ങി 12ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പ്രതികൾ ഒളിവിലാണ്. കുന്നിക്കോട് SI മോഹനന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ കുമാർ ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പദ്ധതിയായ കനിവിന്റെ ഭാഗമായി നിർധന രോഗികൾക്കും ഭവനരഹിതർക്കും ധനസഹായം വിതരണം ചെയ്തു. കുമാർ പാലസ് ഹോട്ടലിൽ നടന്ന ചടങ്ങ് MP കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് ആശ്വാസമേകുന്ന പരിപാടിയുമായി മുന്നോട്ട് വന്ന ശ്രീ സതീഷിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നല്ല മനസ്സുള്ള സുമനസ്സുകളുടെ സഹായങ്ങൾ ലഭിച്ചാൽ ഒരു പരിധിവരെ കുറെ ആളുകളെങ്കിലും നമുക്ക് സംരക്ഷിക്കാൻ കഴിയും, ജീവൻ രക്ഷിക്കാൻ കഴിയും. മുനിസിപ്പൽ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അധ്യക്ഷയായി. കുമാർ പാലസ് MD N സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ചികിത്സാ ധനസഹായ വിതരണം അഡ്വക്കേറ്റ് K രാജു MLA, ഭാരതീപുരം ശശി, പുനലൂർ മധു എന്നിവർ നിർവഹിച്ചു. പഠിപ്പിക്കാൻ കഴിഞ്ഞതാണ്
ഭവന നിർമ്മാണ സഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ നിർവഹിച്ചു. നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് പി ആനസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചലച്ചിത്ര സംവിധായകൻ എം എ നിഷാദ്, ഡോക്ടർ ഷാഹിർ ഷാ, കഥാപ്രസംഗകൻ പുനലൂർ തങ്കപ്പൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്ക് മൊമെന്റോ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആകെയുള്ള സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ ടവർ പ്രവർത്തനരഹിതമായതോടെ അമ്പനാട് അച്ചൻകോവിൽ നിവാസികൾ ദുരിതത്തിലായി. 2 മാസമായി പ്രദേശത്തുള്ളവർക്ക് ഒന്ന് ഫോൺ ചെയ്യാൻ കഴുതുരുട്ടിയിലോ മൊബൈൽ റേഞ്ചുള്ള മറ്റേതെങ്കിലും സ്ഥലത്തോ പോകേണ്ട ഗതികേടിലാണ്. അമ്പനാട് അച്ചൻകോവിൽ പാതക്കരികിൽ സ്ഥിതി ചെയ്തിരുന്ന വോഡാഫോണിന്റെ ടവറായിരുന്നു പ്രദേശവാസികൾക്ക് ഏക ആശ്രയം. ഇത് പ്രവർത്തനരഹിതമായി 2 മാസം കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കാൻ കമ്പനി അധികൃതർ തയ്യാറായിട്ടില്ല. പുറംലോകവുമായി ബന്ധപ്പെടാൻ ഈ പ്രദേശത്തെ തോട്ടം തൊഴിലാളികൾ ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഒന്ന് ഫോൺ ചെയ്യണമെങ്കിൽ കഴുതുരുട്ടിയിൽ വരണം. അച്ചൻകോവിൽ പ്രിയ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കും മറ്റും ആശുപത്രിയിൽ എത്താൻ വാഹനം വിളിക്കണമെങ്കിൽ ഇപ്പോൾ 6 കിലോമീറ്റർ വനത്തിനുള്ളിലൂടെ നടന്ന് അമ്പനാട് എത്തണം. ടവർ പ്രവർത്തന സജ്ജമാക്കാനുള്ള നടപടി കമ്പനി അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമ്പനാട് മേഖലയിലെ വോഡാഫോൺ ഐഡിയ ടവർ നിലച്ചിട്ട് ഏതാണ്ട് മാസങ്ങളോളം പുറലോകമായിട്ട് ബന്ധപ്പെടാൻ ഒരു മാർഗമായിരുന്ന ഈ ടവർ നിലച്ചതോടെ ജനങ്ങൾ ബുദ്ധിമുട്ടില്ല. ഈ പ്രശ്നത്തെക്കുറിച്ച് ബന്ധപ്പെട്ട അധികാരികൾ ഉടനെ ഇടപെട്ട് പരിഹാരം ഉണ്ടാകുന്നു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് ചവിട്ടി താഴെയിട്ടു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി പാർട്ടിയെ ഒറ്റുകൊടുത്ത് കോടികൾ സമ്പാദിച്ചയാളെന്ന് തെന്മല പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ കെ ശശിധരൻ. തെന്മല ഡാമിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറുകാരനായിരുന്ന SNDP നേതാവ് KN സത്യപാലനെ ഭാരതീപുരം ശശി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി പണവും ഡാമിന്റെ നിർമ്മാണ സാമഗ്രികളും വാങ്ങിയെന്ന് കെ ശശിധരന്റെ വെളിപ്പെടുത്തൽ. ഡാമിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ട സിമന്റും കമ്പിയും ഉപയോഗിച്ച് ഭാരതീപുരം 2 നില വീട് പണിഞ്ഞുവെന്നും ആരോപണം. മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായല്ല, മറിച്ച് RSSന്റെ പ്രചാരകനായാണ് പ്രവർത്തിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുന്നതിന് സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് നിർബന്ധിത മതപരിവർത്തനമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.